ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് അർജുൻ അപ്പാദുരയുടെ ദി തിങ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്ന എസ്സേ ആണ്. നമ്മുടെ ഓതർ ജനിച്ചിട്ടുള്ളത് 1949 ഹി ബോൺ ഇൻ 1949. അദ്ദേഹം ഒരു ഇന്ത്യൻ അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റാണ്, കൾച്ചറൽ എസ്സേയിസ്റ്റാണ്. ആൻഡ് ഹി ഈസ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദി മേജർ തിയറിസ്റ്റ് ഇൻ globalization studies. And the most discussed topic in his every essay is the importance of modernity of nations, states and globalization. ദിസ് എസ്സേ ഈസ് ഇൻ ദി സോഷ്യൽ ലൈഫ് ഓഫ് തിങ്സ് എന്ന് പറയുന്നതിനകത്ത് ഈ ഒരു എസ്സേ ഉള്ളത്. ദിസ് എസ്സേ ഈസ് ഇൻ ദി സോഷ്യൽ ലൈഫ് ഓഫ് തിങ്സ്. അപ്പോൾ ഈ ഒരു എസ്സേ മെയിനായിട്ട് 3 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എസ്സേയുടെ തുടക്കത്തിൽ എസ്സേയിസ്റ്റ് പറയുന്നുണ്ട് ദാറ്റ് തിങ്സ് ഓൾസോ ഹാവ് ലൈഫ്. അതായത് ഹ്യൂമൻ ബീങ്സിന് അവരുടേതായ ഒരു ലൈഫ് ഉള്ളതുപോലെ തിങ്സിനും ഒരു ലൈഫുണ്ട്. Okay, the life of things around us is as important as the life of human beings. നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളുടെ ലൈഫ് നമ്മുടെ ലൈഫ് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഹ്യൂമൻസിന് ഒരു സോഷ്യൽ ലൈഫ് ഉണ്ടെന്ന് പറയുന്നത്? ബിക്കോസ് വി ആർ റാഷണൽ ബീങ്സ്. നമ്മൾ റാഷണൽ ബീങ്സാണ്. ഇനി എന്താണ് നമ്മൾ റാഷണൽ ബീങ്സ് എന്ന് പറയുന്നത്? ബിക്കോസ് നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ മറ്റു ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, വി ആർ ട്രാൻസ്മിറ്റിംഗ് അവർ ഐഡിയാസ്. ആൻഡ് ദി മെയിൻ തിങ് ഈസ് വി അണ്ടർഗോ ചേഞ്ചസ് എവറി ഡേ ഇൻ അവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ ഈവൻ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റങ്ങൾക്ക് ഇങ്ങനെ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ റാഷണൽ ബീങ്സാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീങ്സിന് എന്തുണ്ട്? ഒരു സോഷ്യൽ ലൈഫുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പാദുരൈ പറയുന്നത് ഈ തിങ്സിനും അങ്ങനെ ഒരു ലൈഫുണ്ട്. തിങ്സ് ഓൾസോ ജസ്റ്റ് ലൈക്ക് ദിസ്. അതായത് അതെങ്ങനെയാണ് തിങ്സിൻ്റെ ലൈഫ് ചേഞ്ച് ആവുന്നത്? അതായത് ഇന്നത്തെ ഗിഫ്റ്റ് നാളത്തെ കമ്മോഡിറ്റിയാവും. ടുഡേയ്സ് ഗിഫ്റ്റ് ഇസ് മേ ബി ടുമാറോസ് കമ്മോഡിറ്റി. മീൻസ് നമുക്കിന്ന് ഒരാൾ ഒരു ഗിഫ്റ്റ് തന്നു, കുറേ വർഷങ്ങൾ നമ്മളത് ഗിഫ്റ്റായിട്ട് തന്നെ നമ്മൾ പൊന്നുപോലെ ഇങ്ങനെ കൊണ്ടു നടക്കണം. ഒരു സ്റ്റേജ് വരികയാണ്, അത് യൂസ്ലെസ്സാണ്, പിന്നെ നമുക്ക് ഉപയോഗിക്കാനൊന്നും കൊള്ളാത്ത ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ എന്ത് ചെയ്യും? അത് വെച്ചുകൊണ്ടിരിക്കുന്നവർ കാണും, പക്ഷേ എന്നാലും മെജോർ ആൾക്കാരും എന്ത് ചെയ്യും? നമ്മൾ ഏതൊരു സ്ക്രാപ്പ് കളക്ടേഴ്സ് അല്ലെ, ആക്കിൽ പറക്കാൻ വരുന്നവർക്കൊക്കെ അതെടുത്ത് നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ വിൽക്കും. അപ്പോൾ ഇൻ ദിസ് വേ ഈ ഒരു രീതിയിൽ ഒരിക്കൽ ഗിഫ്റ്റ് ആയിരുന്ന ഒരു സാധനം, ഒരു തിങ് എന്തായി മാറും? നമ്മൾ വിൽക്കുമ്പോഴത്തേക്ക് അതൊരു കമ്മോഡിറ്റി ആവും അല്ലേ? ഒരിക്കൽ ഗിഫ്റ്റ് ആയത് കമ്മോഡിറ്റി ആയിട്ട് ചേഞ്ച് ആവും. ദെൻ ദിസ് കമ്മോഡിറ്റി, ഇനി ഈ കമ്മോഡിറ്റിക്ക് വീണ്ടും മാറ്റം വരും. എങ്ങനെ? ഈ കമ്മോഡിറ്റിയാണ് പിന്നീട് ഒരു ആർട്ട് ഒബ്ജക്റ്റായിട്ട് നമ്മൾ വേറെ പല സ്ഥലങ്ങളിലും കാണുന്നത് അല്ലേ? നമ്മൾ തന്നെ ആക്രിബന്ധം പറഞ്ഞ് പറക്കെടുത്ത് എൻ്റെ കുപ്പിയും പാട്ടയിലൊക്കെ ആയിരിക്കും അതിൽ എന്തെങ്കിലും ഹാൻഡിക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് നല്ല വിലയ്ക്ക് കൊണ്ട് വിൽക്കുന്ന വില നമ്മൾ തന്നെ അത് മേടിക്കും. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഒരു ഗിഫ്റ്റ് ആയിരുന്നത് കമ്മോഡിറ്റിയായി, ആ കമ്മോഡിറ്റി പിന്നീട് എന്തായി മാറി? വേറെ എവിടെയെങ്കിലും ഒരു ആർട്ട് ഫോമായിട്ട് നിൽക്കും, നമ്മളത് പോയി മേടിക്കും. ലൈക്ക് ഇൻ ബിനാലയിലൊക്കെ നമ്മൾ പോയി മേടിക്കില്ലേ, അങ്ങനെ. ആൻഡ് ദി തിങ്സ് വിച്ച് വി കൺസിഡർ ആസ് വേസ്റ്റ്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ വേസ്റ്റ് എന്ന് കൺസിഡർ ചെയ്യുന്ന സാധനങ്ങളിൽ നിന്നാണ് ആർട്ട് ഫോം ക്രിയേറ്റ് ചെയ്യുന്ന എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ നമുക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു കമ്മോഡിറ്റി പിന്നെ എന്താ മാറും? ഒരു ആർട്ട് ഫോമായിട്ട് മാറും. എഗെയിൻ ഈ ആർട്ട് എന്ത് ചെയ്യും? ഫോർ ഗോസ് ഹാൻഡ്സ് ടു ഹാൻഡ്സ് അല്ലേ? ഇതിങ്ങനെ കൈമാറി വന്നിട്ട് ഗ്രാജുവലി ഇറ്റ് ബിക്കംസ് ദി ഇൻഹെറിറ്റൻസ് ഓഫ് സൊസൈറ്റി. ഇങ്ങനെ കൈമാറി വന്നിട്ട് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഇൻഹെറിറ്റൻസ് ആയിട്ട് തന്നെ ഈ ഒരു ആർട്ട് ഫോം മാറും. ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബീങ്സ് അല്ലേ? മനുഷ്യന്മാരെ പോലെ തന്നെ തിങ്സ് ഓൾസോ ഫേസ് ചേഞ്ചസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. മനുഷ്യന്മാരെ പോലെ തന്നെ അതായത് തിങ്സിന് മാറ്റം വന്നു. ഒരിക്കൽ ഗിഫ്റ്റ് ആയിരുന്നു, പിന്നീട് കമ്മോഡിറ്റി, അത് തന്നെ ആർട്ട് ഫോമായി. ഓക്കെ, സോ ദിസ് ഈസ് ദ ബിഗ് ക്രൈറ്റീരിയ ഓഫ് തിങ്സ് ഓൾസോ ഹാവ് സോഷ്യൽ. ഇതാണ് ഒരു ബിഗ് ക്രൈറ്റീരിയ. തിങ്സിന് എന്തുണ്ട്? മനുഷ്യന്മാരെ പോലെ ഒരു സോഷ്യൽ ലൈഫുണ്ട്, ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബീങ്. ദാറ്റ് തിങ്സ് ഓൾസോ അണ്ടർഗോസ് ചേഞ്ചസ് ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബീങ്. സോ ഹ്യൂമൻ ബീങ് ആൻഡ് തിങ്സ് ഹാവ് സെയിം ലൈഫ്. അതായത് മനുഷ്യർക്കും സാധനങ്ങൾക്ക് തിങ്സിനും ഒരേ ജീവിതമാണ്, സെയിം ലൈഫ് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ആൻഡ് ദിസ് ഈസ് സോഷ്യൽ റിലേഷൻഷിപ്പ്. കീപ് ചേഞ്ച് എവറി ഡേ ലൈക്ക് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അതായത് ഓരോ ദിവസവും ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതായത് യൂഷ്വലി നമ്മൾ എന്ത് കാണും? നമ്മൾ മ്യൂസിയത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ബോർഡ് കാണല്ലേ, ഡോണ്ട് ടച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണും. അതെന്തുകൊണ്ടാണ്? ഈ ഒരു മാറ്റത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബോർഡ് വെക്കുന്നത്. ഫോർ പ്രിവെൻറ്റിങ് ദിസ് ചേഞ്ചസ് ആൻഡ് ഫോർ പ്രിസർവിങ് ദി ആർട്ട് ഫോം അല്ലേ? ആ ചേഞ്ചസിനെ പ്രിവെൻറ്റ് ചെയ്യാനും ആ ഒരു ആർട്ട് ഫോമിനെ അങ്ങനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മ്യൂസിയത്തിനകത്ത് ഡോണ്ട് ടച്ച് ബോർഡൊക്കെ നമ്മൾ കാണുന്നത്. ദി ലൈഫ് സ്പാൻ ഓഫ് ഓൾ, അതുകൊണ്ടാണ്. കാരണം സാധനങ്ങൾക്ക് പോലെ മനുഷ്യന്മാരെ പോലെ തന്നെ അതിൻ്റെ ലൈഫ് സ്പാൻ എന്താണ്? നൈമിഷികമാണ്, മൊമെൻ്ററിയാണ്. അതുകൊണ്ടാണ് മ്യൂസിയത്തിൽ ഇങ്ങനെ ഒരു ബോർഡ് വരെ വെക്കുന്നത്. കാരണം ആ ഒരു ചേഞ്ചിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ആർട്ട് ഫോമിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് ഓതർ പറയുന്നത്. ദി ലൈഫ് സ്പാൻ ഓഫ് ഓൾ തിങ് ഈസ് മൊമെൻ്ററി. ഇതും ആ ഒരു തിങ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഫേസസ് ചേഞ്ചസ്.
തിങ് ചേഞ്ചസ് ഈവൻ എഫക്റ്റ് ഓൺ ഇറ്റ്സ് റോ മെറ്റീരിയൽസ്. അതായത് സാധനങ്ങളെ റോ മെറ്റീരിയൽസിന് പോലും അത് എഫക്റ്റ് ചെയ്യും ആ മാറ്റം. സോ ദി ഡോണ്ട് ടച്ച് ബോർഡ് വി സീ ഇസ് നോട്ട് ഫോർ മെയിൻറ്റെയിനിങ് ഇറ്റ്സ് ബ്യൂട്ടി ബട്ട് ഫോർ പ്രിവെൻറ്റിങ് ഇറ്റ്സ് അണ്ടർഗോ ചേഞ്ചസ്. അതുകൊണ്ട് നമ്മൾ മ്യൂസിയത്തിലൊക്കെ പോകുമ്പോൾ ഈ ഡോണ്ട് ടച്ച് ബോർഡ് കാണുന്നത് അതിൻ്റെ ബ്യൂട്ടീനെ അതിൻ്റെ ഭംഗിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല, പിന്നെ മറിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ മാറ്റങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദിസ് ചേഞ്ച് ക്യാൻ ബി ഹാപ്പൻ എനിവെയർ ലൈക്ക് പെയിൻറ്റ്, അല്ലേ? എവിടെ വേണേലും ഏത് സാധനങ്ങളിൽ വേണേലും ഈ ഒരു മാറ്റം സംഭവിക്കും. ഫോർ എക്സാമ്പിൾ പെയിൻറ്റ് യൂസ്ഡ് ഇൻ പെയിൻറ്റിങ്, റോ മെറ്റീരിയൽസ്, ബ്രഷ്, ആർട്സ്മാൻ, ബിൽഡേഴ്സ്, എനിത്തിങ് ആൻഡ് എനി വൺ ക്യാൻ ചേഞ്ച്. എന്ത് വേണമല്ലോ, ഇപ്പോൾ പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന പെയിൻറ്റ് മാറാം, റോ മെറ്റീരിയൽസ് മാറാം, ബ്രഷ് മാറാം, എന്തിനാ പെയിൻറ്റ് ചെയ്യുന്ന ആൾ തന്നെ, പെയിൻറ്റർ തന്നെ മാറും, ആർട്സ്മാൻ മാറും, ബിൽഡേഴ്സ് മാറും, എനിത്തിങ് ആൻഡ് എനി വൺ ക്യാൻ ചേഞ്ച്. ദി ചേഞ്ച് കം ഇൻ തിങ്സ്, ഹ്യൂമൻ ബീങ് ഹാവ് എ റോൾ ഇൻ ദിസ് ചേഞ്ച്. അപ്പം ആ ഒരു ഇതെന്ന് വെച്ചാൽ ഈ ഒരു സാധനങ്ങൾ, ഈ തിങ്സിൽ വരുന്ന മാറ്റത്തിന് ആർക്കൊരു പങ്കുണ്ട്? മനുഷ്യന്, ഹ്യൂമൻ ബീയിങ്ങിനും ഒരു റോളുണ്ട് എന്നാണ് അപ്പാദുരൈ പറയുന്നത്. അപ്പോൾ ഈ ഒരു എസ്സേയുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് പ്രൊഫ്യൂഷൻ. ദി ഫസ്റ്റ് സെക്ഷൻ ഓഫ് ദിസ് എസ്സേ ഈസ് പ്രൊഫ്യൂഷൻ മീൻസ് അബാൻഡൻസ്. ഓക്കെ, ആൻഡ് ഓൾ ദീസ് തിങ്സ് ക്യാൻ മേക്ക് ദി ജേർണി ഫ്രം കമോഡിറ്റി ടു സിംഗുലാരിറ്റി ആൻഡ് ബാക്ക്. അപ്പോൾ ഈ ഒരു പ്രൊഫ്യൂഷൻ അല്ലെങ്കിൽ അബാൻഡൻസിനെ കുറിച്ച് പറയാനായിട്ട് എസ്സേയിസ്റ്റ് എന്താണ് എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്? ഇന്ത്യൻ കോണ്ടെസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. തിങ്സ് ക്യാൻ ബി സീൻ ആസ് ആൻ അബാൻഡൻ ഇൻ ആൻ ഇന്ത്യൻ കോണ്ടെസ്റ്റ്. ഇന്ത്യൻ കോണ്ടെസ്റ്റിൽ തിങ്സ് ഭയങ്കര അബാൻഡൻഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമുക്ക് എന്തൊക്കെയുണ്ട്? ആർട്ട് ഗാലറി ഉണ്ട്, ബുക്ക് സ്റ്റോഴ്സ് ഉണ്ട്, അങ്ങനെ അതർ തിങ്സ് ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ എന്താണ്? വി ക്യാൻ സീ ദി അബാൻഡൻസ് ഓഫ് തിങ്സ്, അല്ലേ? ഈച്ച് ആൻഡ് എവറി പ്ലേസ് സിഗ്നിഫൈസ് ലോട്ട് ഓഫ് തിങ്സ്, അല്ലേ? ഓരോ സ്ഥലങ്ങളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. സംടൈംസ് യു ഫെൽ ദാറ്റ് സം പോട്ട്സ്, ഹട്ട്സ്, ജുവൽസ്, പെയിൻറ്റിങ്സ്, ഫോംസ് ആർ സംടൈംസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഹ്യൂമൻസ് ഇൻ സൊസൈറ്റി. അത് ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവരുടെ ആ ഒരു സ്ഥലത്തിൻ്റേതായിട്ടൊരു പോട്ട്സ് കാണും, അല്ലെ കുടിലുകൾ, അവരുടെ ജുവൽസ്, പെയിൻറ്റിങ്സ്, അവരുടേതായ ആർട്ട് ഫോംസ്. ചില സമയത്ത് നമുക്ക് തോന്നും മനുഷ്യർ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സായി നമ്മളെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് ഈ വസ്തുക്കൾക്കുണ്ടെന്ന് നമുക്ക് തോന്നും, അല്ലേ? മനുഷ്യൻ എങ്ങനെ പോയാലും കുഴപ്പമില്ല, ആ ഒരു ആർട്ട് ഫോമിന്, ആ ഒരു പോട്ടിന് അല്ലെങ്കിൽ ആ ഒരു ഹട്ടിന് അവരുടെ ഹിസ്റ്ററിനെ കൺവേ ചെയ്യുന്നു, റെപ്രസെൻ്റ് ചെയ്യുന്ന ഇതുപോലത്തുള്ള സാധനങ്ങളായിരിക്കും അവർ മനുഷ്യരെക്കാട്ടിലും പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് അവർ കൂടുതൽ ജിജ്ഞാസ കാണിക്കുക, അല്ലേ? നമുക്ക് തന്നെ സംശയം തോന്നും നമുക്കാണോ സാധനത്തിനാണോ വിലയുള്ളതെന്നുള്ളത്. സോ അപ്പോൾ ആ ഒരു സാധനങ്ങളുടെ അബാൻഡൻസിനെ കാണിക്കാനായിട്ട് അദ്ദേഹം ഇന്ത്യൻ കോണ്ടെസ്റ്റാണ് എടുക്കുന്നത്. മീൻസ് സംടൈംസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഹ്യൂമൻ ഇൻ സൊസൈറ്റി. ദാറ്റ്സ് വൈ എസ്സേ സേസ് ദാറ്റ് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സോഷ്യൽ ലൈഫ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് തിങ്സ്. ഇതുകൊണ്ടാണ് എസ്സേയിസ്റ്റ് പറയുന്നത് ഹ്യൂമൻ ലൈഫിൻ്റെ സോഷ്യൽ ലൈഫും തിങ്സിൻ്റെ സോഷ്യൽ ലൈഫും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളത്. രണ്ടും സിഗ്നിഫിക്കൻ്റ് ആണ്, ബോത്ത് ആർ സിഗ്നിഫിക്കൻറ്റ്. ഇനി ഇന്ത്യൻ കോണ്ടെസ്റ്റിൽ ഈ തിങ്സിൻ്റെ പ്രൊഫ്യൂഷൻ കുറച്ചും കൂടി സിഗ്നിഫിക്കൻ്റ് ആവും ബിക്കോസ് ഓഫ് ദി ക്രൗഡ് നേച്ചർ ഓഫ് ഇന്ത്യ. ഇൻ ലാർജ് സെൻസ് ഇന്ത്യ ഹാസ് ലക്ഷറി ഓഫ് ഒബ്ജെക്ട്സ് ഇൻ ഇന്ത്യൻ എവറിഡേ ലൈഫ്. ഓക്കെ, അതായത് ക്രൗഡ് നേച്ചർ ഓഫ് ഇന്ത്യ കൊണ്ട് നമ്മുടെ ഈ ഒരു സാധനങ്ങളുടെ പ്രൊഫ്യൂഷൻ അല്ലെങ്കിൽ അബാൻഡൻസ് കൂടും എന്ന് പറയുന്നത് ഇൻ ലാർജ് സെൻസ് ഇന്ത്യ എന്ന് പറയുന്നൊരു ലക്ഷറി ഓഫ് ഒബ്ജെക്ട്സ് ആണ്, അല്ലേ? ഇന്ത്യയുടെ എവറിഡേ ലൈഫിൽ തന്നെ കാണുന്ന ഒരുപാട് സാധനങ്ങൾ. പീപ്പിൾ ലീവ്സ് ഇൻ ബിറ്റ്വീൻ ഓഫ് ദിസ് അബാൻഡൻ തിങ്സ്. ഇത്തരപോലുള്ള അബാൻഡൻ തിങ്സിൻ്റെ ഇടയിലാണ് ഇന്ത്യൻ ആൾക്കാർ താമസിക്കുന്നത്. സോ ഇൻ ഹാർമോണിയസ് ലൈഫ്. അതുകൊണ്ട് ഇന്ത്യൻ കോണ്ടെസ്റ്റിൽ ഒരുപാട് പ്രൊഫ്യൂഷൻ ഓഫ് തിങ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യ വി ക്യാൻ സീ ദി ബ്ലെൻഡഡ് ലൈഫ്. ഇന്ത്യയിൽ നമുക്ക് ഇങ്ങനത്തെ ജീവിതമാണ് കാണാൻ സാധിക്കും, ഒരു ബ്ലെൻഡഡ് ലൈഫാണ്. എങ്ങനത്തെ ബ്ലെൻഡഡ് ലൈഫ്? ദി ബ്ലെൻഡിങ് ലൈഫ് ബിറ്റ്വീൻ ഇന്ത്യൻ തിങ്സ് ആൻഡ് ഇന്ത്യൻ പീപ്പിൾ. അതായത് ഇന്ത്യൻ സാധനങ്ങളും ഇന്ത്യൻ മനുഷ്യരും തമ്മിൽ ഭയങ്കര ബ്ലെൻഡായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? ഓതർ ടെൽസ് അബൌട്ട് 2 ഫീച്ചേഴ്സ് ഓഫ് പ്രൊഫ്യൂഷൻ. അതിൽ 2 ടൈപ്പ് ഓഫ് പ്രൊഫ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് ടൈപ്പ് എന്താ? ദർ ഈസ് ഹാർഡ്ലി എനി ഇൻട്രസ്റ്റ് ഇൻ മിനിമലിസം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ദർ ഈസ് ഹാർഡ്ലി എനി ഇൻട്രസ്റ്റ് ഇൻ മിനിമലിസം. അതായത് ഇന്ത്യൻ കോണ്ടെസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് എന്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല? മിനിമലിസത്തിനകത്ത് ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. Okay, that means when it comes in Indian context, people didn't have any interest in minimalism. The meaning of the word profusion itself is abundance. അല്ലേ? പ്രൊഫ്യൂഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അബാൻഡൻസ് എന്നാണ്. അപ്പോൾ പീപ്പിൾ ഹു ലീവ്സ് ഇൻ പ്രൊഫ്യൂഷൻ ഓർ അബാൻഡൻസ്, അപ്പോൾ പ്രൊഫ്യൂഷൻ എന്ന വാക്ക് തന്നെ അബാൻഡൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫ്യൂഷനിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് മിനിമലിസത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും? ദേ ക്യാൻ തിങ്ക് അബൌട്ട് മിനിമലിസം. ബിക്കോസ് മിനിമലിസം എന്താണ്? ഈ പ്രൊഫ്യൂഷൻ അല്ലെങ്കിൽ ഈ അബാൻഡൻസിൻ്റെ ഓപ്പോസിറ്റാണ്.
പിന്നെ എങ്ങനെയാണ് അതിനകത്ത് ജീവിക്കുന്നവർക്ക് മിനിമലിസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുക? അപ്പോൾ അതാണ് പ്രൊഫ്യൂഷനത്തിൻ്റെ ഒരു ഫീച്ചർ. ദർ ഈസ് ഹാർഡ്ലി എനി ഇൻട്രസ്റ്റ് ഇൻ മിനിമലിസം. ഇനി സെക്കൻഡ് തിങ് എന്താ? അതായത് അവർക്ക് മിനിമലിസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ദേ വാണ്ട് ക്രൗഡിങ് ഓർ മൾട്ടിപ്ലിസിറ്റി. ആൻഡ് ദ സെക്കൻഡ് ഫീച്ചർ ഓഫ് പ്രൊഫ്യൂഷൻ ഈസ് പ്രൊഫ്യൂഷൻ റെക്കഗ്നൈസ് നോ സ്ട്രിക്റ്റ് ലൈൻ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് തിങ്സ്. പീപ്പിളിനും തിങ്സിനിടയ്ക്ക് ഒരു സ്ട്രിക്റ്റ് ലൈൻ ഇല്ല. അതായത് ഒരു സ്ട്രിക്റ്റ് ലൈൻ ഇല്ല എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ആർട്ട് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു തിങ്ങാണ് അല്ലേ. പക്ഷേ ആ ആർട്ട് തന്നെ ഇൻവെൻറ്റഡ് ആയതാണോ? അല്ല. ആ ആർട്ട് നിർമ്മിച്ചത് ഒരു മനുഷ്യനാണ്, ഒരു ഹ്യൂമൻ ബീങ് ആണ്. സോ ആർട്ട് ഈസ് എ മാൻ മെയ്ഡ്. അപ്പോൾ ആർട്ട് എന്താണ്? മാൻ മെയ്ഡാണ്. ആർട്ട് ഒരു തിങ്ങാണ്, പക്ഷെ തന്നെ ഇൻവെൻറ്റഡ് ആയതല്ല, അതൊരു മനുഷ്യനുണ്ടാക്കിയതാണ്. ആർട്ട് ഈസ് എ മാൻ മെയ്ഡ്. സോ വി ക്യാൻ ഡിവൈഡ് ദി മാൻ ഫ്രം ദി ആർട്ട്. ദാറ്റ്സ് വൈ വി ക്യാൻ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ദിസ് ബോത്ത്. അപ്പോൾ നമുക്ക് ആ ആർട്ടിൽ നിന്ന് അതുണ്ടാക്കിയ ആ ഹ്യൂമൻ ബീങ്ങിനെ അല്ലെങ്കിൽ ആ മാനിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ വി ക്യാൻ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ദിസ് ബോത്ത്. ദി ഫ്രഞ്ച് ഫിലോസഫർ മേഴ്സിലി മോസസ് സേസ് ദാറ്റ് തിങ്സ് ഇൻ ഇന്ത്യ വിൽ നോട്ട് ലെഫ്റ്റ് ഇറ്റ്സ് ക്രിയേറ്റ്. അതായത് ഇന്ത്യയിലുള്ള സാധനങ്ങൾ അതിൻ്റെ സൃഷ്ടിനെ അതൊരിക്കലും വിട്ടുപോരത്തില്ല. അത് അവർക്ക് ഇടയിൽ ഒരു സ്ട്രിക്റ്റ് ലൈൻ ഉണ്ടാവത്തില്ല എന്നാണ് മേഴ്സിലി മോസസ് പറയുന്നത്. സേസ് ദാറ്റ് തിങ്സ് ഇൻ ഇന്ത്യ വിൽ നോട്ട് ലെഫ്റ്റ് ഇറ്റ്സ് ക്രിയേറ്റർ. അതൊരു കാൾ മാർക്സ് എന്താ പറയുന്നത്? ദർ ഈസ് മിസ്റ്ററി ബിറ്റ്വീൻ ദി കണക്ഷൻ ഓഫ് ഹ്യൂമൻ ബീങ് ആൻഡ് തിങ് he whether it is in Indian context or other. അതായത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആണെങ്കിലും വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ഇവിടെ എന്തുണ്ട്? ഹ്യൂമൻ ബീങ്ങിനും തിങ്സിൻ്റെ ഇടയ്ക്ക് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു മിസ്റ്ററി കണക്ഷൻ ഉണ്ട് എന്നാണ് കാർൾ മാർക്സ് പറയുന്നത്. പ്രൊഫ്യൂഷൻ ലീഡ്സ് വൺ ടു എൻക്വയർ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ടു അബ്സ്ട്രാക്ഷൻ. അപ്പോൾ ഈ പ്രൊഫ്യൂഷനാണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്? എൻക്വയർ അബൌട്ട് ദർ, അതായത് അവരുടെ ആ ഒരു ബന്ധത്തെ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്? അബ്സ്ട്രാക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഫ്യൂഷൻ മനസ്സിലായല്ലോ. പ്രൊഫ്യൂഷൻ പറയാനായിട്ട് അപ്പോൾ അതുവരെ സെലക്ട് ചെയ്തേക്കുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആണ്. കാരണം ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഒരു ക്രൗഡഡ് നേച്ചർ ഏരിയ ആയതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് തന്നെ കുറേ സാധനങ്ങൾക്കിടയിലാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ പ്രൊഫ്യൂഷൻ പറയാനായിട്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റാണ് അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ലൈഫ് ഒരു ബ്ലെൻഡഡ് ലൈഫാണ്. ഇങ്ങനത്തെ ബ്ലെൻഡഡ് ലൈഫ് ഇന്ത്യൻ തിങ്സും ഇന്ത്യൻ ലൈഫും തമ്മിൽ ബ്ലെൻഡ് ചെയ്തേക്കാണ്. പ്രൊഫ്യൂഷനിൽ 2 ഫീച്ചേഴ്സ് പറഞ്ഞു. അതായത് അബാൻഡൻസിൽ പ്രൊഫ്യൂഷനിൽ കഴിയുന്ന ഇന്ത്യൻസിന് ഒരിക്കലും മിനിമലിസത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. ദേ വാണ്ട് ക്രൗഡിങ് ഓർ മൾട്ടിപ്ലിസിറ്റി. രണ്ടാമത് എന്താണ്? പ്രൊഫ്യൂഷൻ റെക്കഗ്നൈസസ്, അതായത് സാധനങ്ങൾക്കും വ്യക്തികൾക്കും ഇടയിൽ ഒരു സ്ട്രിക്റ്റ് ലൈൻ ഇല്ല. ഓക്കെ, അതായത് ആർട്ട് തന്നെ ഉണ്ടായി വരുന്നല്ല, ആർട്ട് വരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ആർട്ട് ചെയ്യാനായിട്ട് ആര് വേണം? ഒരു മനുഷ്യൻ വേണം. സോ ദ ആർട്ട് ഈസ് എ മാൻ മെയ്ഡ്. അപ്പോൾ നമുക്ക് ആ ആർട്ടിൽ നിന്ന് ആ മാനിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബട്ട് വി ക്യാൻ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ദം. അവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫ്രഞ്ച് ഫിലോസഫർ ആയിട്ടുള്ള മേഴ്സിലി മോസസ് പറയുന്നത് ഇന്ത്യയിലെ തിങ്സ് ഒരിക്കലും അതിൻ്റെ ക്രിയേറ്ററിനെ വിട്ടു പോകത്തില്ല. തിങ്സ് ഇൻ ഇന്ത്യ വിൽ നോട്ട് ലെഫ്റ്റ് ഇറ്റ്സ് ക്രിയേറ്റർ. കാൾ മാർക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് മാത്രമല്ല, എവിടെയാണെങ്കിലും മനുഷ്യനും തിങ്സിനും ഇടയ്ക്ക്, ഹ്യൂമൻ ബീങ്ങിനും തിങ്സിനും ഇടയ്ക്ക് ഒരു മിസ്റ്ററി കണക്ഷൻ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഫ്യൂഷനാണ് നമ്മൾ എന്നിലേക്ക് നയിക്കുന്ന ലീഡ്സ് വൺ ടു എൻക്വയർ അബൌട്ട് ദെയർ റിലേഷൻഷിപ്പ് ടു അബ്സ്ട്രാക്ഷൻ. അവരുടെ അബ്സ്ട്രാക്ഷനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ബന്ധത്തെക്കുറിച്ച് എൻക്വയർ ചെയ്യാനായിട്ട് അവരെ ലീഡ് ചെയ്യുന്നത് എന്താണ്? ഈ പ്രൊഫ്യൂഷനാണ്. ഇതാണ് നമ്മുടെ എസ്സേയുടെ ഫസ്റ്റ് സെക്ഷൻ. ഇനി സെക്കൻഡ് സെക്ഷൻ ഈസ് അബ്സ്ട്രാക്ഷൻ. ഇൻ അബ്സ്ട്രാക്ഷൻ വി സീ തിങ്സ് ആസ് ക്വാളിറ്റി, ലൈക്ക് അബ്സ്ട്രാക്ട് നോഷൻസ് ഓർ ഐഡിയാസ്, നോട്ട് ആസ് തിങ്. അബ്സ്ട്രാക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വസ്തുവിനെ കാണുന്നത് വസ്തുവായിട്ടല്ല, പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയയിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, വി ഗീവ് ദിസ് ക്വാളിറ്റീസ് ടു തിങ്സ് ഫോർ കമോഡിഫിക്കേഷൻ. നമ്മൾ എന്തിനാണ് ഓരോ വസ്തുക്കൾക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഈ ഐഡിയ കൊടുക്കുന്നത്? ഫോർ ഇറ്റ്സ് കമോഡിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഓരോ വസ്തുക്കൾക്ക് ഓരോ ക്വാളിറ്റി കൊടുക്കുന്നത് അല്ലേ. ഫോർ ദാറ്റ് വി ആഡ് മണി വാല്യൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ വസ്തുക്കൾക്ക് എന്ത് കൊടുക്കും? ക്വാളിറ്റിയും ഐഡിയ കിട്ടണം, അല്ലെങ്കിൽ അതിനൊരു കമോഡിഫിക്കേഷൻ വേണ്ടി ഇങ്ങനെ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? അതിന് ഒരു മണി വാല്യൂ കൊടുക്കും അല്ലേ. ഇൻ ദിസ് സെക്ഷൻ വി ലേൺ ഹൗ ദി തിങ്സ് ആൻഡ് കമോഡിറ്റി ആർ റിലേറ്റഡ്. അപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് തിങ്സും കമോഡിറ്റി റിലേറ്റ് ചെയ്തത്, മറ്റത് എങ്ങനെ തിങ്സും ഹ്യൂമൻ ബീങ് കണക്റ്റഡ് ആയെന്നുള്ളത്. സെക്കൻഡിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് തിങ്സും കമോഡിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇന്ത്യ ഈസ് എ ബസാർ ഓഫ് തിങ്സ്. അവിടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, ഇന്ത്യ ഒരു ബസാർ ഓഫ് തിങ്സ് എന്നാണ് അപ്പാദുറായ് പറയുന്നത്. ഫോർ സേയിങ് അബൌട്ട് അബ്സ്ട്രാക്ഷൻ ഓതർ അനാലിസിസ് ബൈ കമ്പയറിങ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആൻഡ് അമേരിക്കൻ കോണ്ടെക്സ്റ്റ്. അപ്പോൾ അബ്സ്ട്രാക്ഷനെ കുറിച്ച് പറയാനായിട്ട്
ഓതർ എടുത്തിട്ടുള്ളത് 2 കോൺടെസ്റ്റാണ്, ഇന്ത്യൻ കോൺടെസ്റ്റും അമേരിക്കൻ കോൺടെസ്റ്റും. അദ്ദേഹം പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ സൊസൈറ്റിയാണ് അല്ലേ. ഇനി ഒരു സാധനം നമുക്ക് ഇന്ത്യയിൽ വേണമെങ്കിൽ, അപ്പോൾ ഓതർ പറയുന്നത് ഇന്ത്യയിൽ നമുക്ക് ഒരു വസ്തുവിന് ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ കൊടുക്കണമെങ്കിൽ ഇറ്റ് ഓൺലി പോസിബിൾ ഇഫ് വി ഗീവ് വാല്യൂ ടു ദാറ്റ് തിങ്. അതായത് ആ ഒരു സാധനത്തിന് നമ്മളൊരു മൂല്യം കൊടുത്താലേ ആ ഒരു സാധനത്തിന് ആ ഒരു മാർക്കറ്റിൽ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിനൊരു വില കൊടുത്തില്ലെങ്കിൽ അതിനൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടാവില്ല. കാരണം എന്താ? ബിക്കോസ് ഇന്ത്യ ഈസ് നോട്ട് ദാറ്റ് മച്ച് മാർക്കറ്റ് ഓറിയൻറ്റഡ് കൺട്രി. ഇന്ത്യ എന്താണല്ല ഒരു മാർക്കറ്റ് ഓറിയൻറ്റഡ് കൺട്രി അല്ല. അമേരിക്കൻ കോൺടെസ്റ്റിൽ പോയി കഴിയുമ്പോഴത്തേക്ക് അതിനെല്ലാം ഒരു ഫിക്സഡ് റേറ്റ് കാണും അല്ലേ. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. അതായത് സീസൺ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ആൾക്കാർ ഓരോ സാധനത്തിന് അവരുടെ ആവശ്യത അനുസരിച്ച് അവർ അതിന് കൊടുക്കുന്നൊരു മൂല്യമുണ്ട്. അതനുസരിച്ചാണ് അതിൻ്റെ കൊമേഴ്ഷ്യൽ വാല്യൂ ചേഞ്ച് ആവുന്നത്. പക്ഷേ ബിക്കോസ് ഇന്ത്യ ഒരു മാർക്കറ്റ് ഓറിയൻറ്റഡ് കൺട്രി അല്ല. ദാറ്റ്സ് വി ഡോണ്ട് ഗീവ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ടു കമ്മോഡിറ്റി. അതുകൊണ്ടാണ് നമ്മൾ കമ്മോഡിറ്റിക്ക് അത്ര വലിയ പ്രാധാന്യം കൊടുക്കാത്തത്. ഇന്ത്യൻസ് ആർ കൺട്രോളിങ് കമ്മോഡിറ്റീസ്. ഇന്ത്യൻസ് കമ്മോഡിറ്റീസിനെ അതായത് കമ്മോഡിറ്റീസ് ഇന്ത്യൻസിനെ അല്ല, ഇന്ത്യൻസ് കമ്മോഡിറ്റീസിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. നെവർ കമ്മോഡിറ്റീസ് കൺട്രോൾ അവർ കൺട്രി. അതുകൊണ്ടാണ് നമ്മുടെ കൺട്രിയിൽ എന്തില്ല, സാധനങ്ങൾക്കൊരു ഫിക്സഡ് റേറ്റ് ഇല്ല. ദർ ഈസ് നോ ഫിക്സഡ് റേറ്റ് ഫോർ തിങ്സ് ബിക്കോസ് വി സീ കമ്മോഡിറ്റീസ് ആസ് കമ്മോഡിറ്റീസ്. നമ്മൾ കമ്മോഡിറ്റീസിനെ കമ്മോഡിറ്റീസ് ആയിട്ട് തന്നെ കാണുന്നത് തന്നെ കമ്മോഡിറ്റീസിന് ഇന്ത്യയിൽ എന്തില്ല, ഒരു ഫിക്സ്ഡ് റേറ്റ് ഇല്ല. നമ്മുടെ മേലിൽ കമ്മോഡിറ്റീസ് കൺട്രോൾ ചെയ്തിട്ടില്ല, മറിച്ച് നമ്മളാണ് കമ്മോഡിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ അമേരിക്കയ്ക്ക് വരുമ്പോൾ ഇതല്ല. അമേരിക്ക വരുമ്പോഴത്തേക്കും നമ്മളെക്കാട്ടിലും അതിൻ്റെ പ്രാധാന്യം പോകുന്നത് എങ്ങോട്ടാണ്? കമ്മോഡിറ്റിയിലാണ്. ബിക്കോസ് അമേരിക്ക ഈസ് എ മാർക്കറ്റ് ഓറിയൻറ്റഡ് കൺട്രി. ഓക്കെ. ഇൻ അമേരിക്ക ദേ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു കമ്മോഡിറ്റി. ദർ ഈസ് ഫിക്സ്ഡ് റേറ്റ് ഓഫ് തിങ്സ്. ഓരോ സാധനത്തിനും ഫിക്സഡ് റേറ്റ് ഉണ്ട്. നമുക്ക് അതിന് വില ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ആ റേറ്റ് തന്നെ കൊടുക്കണം. ദി തിങ് ഹാവ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ് അല്ലേ. ഇൻ അമേരിക്കൻസ് കൊളോണിയൽ മാർക്കറ്റ്, അമേരിക്കൻസ് കൊളോണിയൽ മാർക്കറ്റിൽ ആ വസ്തുവിന് അതിൻ്റേതായ ഒരു വിലയുണ്ട്. വി ഹാവ് ടു ഗീവ് ദാറ്റ്. അത് കിട്ടണമെങ്കിൽ നമുക്കത് കൊടുക്കണം. ദാറ്റ്സ് വൈ ഇൻ അമേരിക്ക കമ്മോഡിറ്റി ആസ് ഡോമിനൻസ് ദൻ പീപ്പിൾ. അതുകൊണ്ടാണ് അമേരിക്കയിലെ ജനങ്ങളെക്കാട്ടിലും കമ്മോഡിറ്റിക്കാണ് അവിടെ ഡോമിനൻസ് ഉള്ളത്. അമേരിക്കയിൽ തിങ്സ് മീൻസ് എന്താണ്? ബ്ലഡ്സ്, ഇൻഫോർമേഷൻ, ബോഡി പാർട്സ്, ഫെയിം. ഇറ്റ് ഓൾസോ ഹാവ് കൊമേഴ്ഷ്യൽ വാല്യൂ. അമേരിക്കയിൽ എന്താണ്? നമ്മുടെ ചോരയ്ക്ക് നമ്മൾ പാസ് ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻ, ഓരോ ബോഡി പാർട്സ്, എന്തിന് നമ്മുടെ ഫെയിം പോലും അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഓൾ ട്രീറ്റ്സ് ആസ് തിങ്സ്. ഒരു സാധനമായിട്ടാണ് അവരത് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ എന്തുണ്ട്? ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കനെ കൺട്രോൾ ചെയ്യുന്ന കമ്മോഡിറ്റി. നമ്മൾ കമ്മോഡിറ്റി കൺട്രോൾ ചെയ്യും, പക്ഷേ അമേരിക്കയിൽ കമ്മോഡിറ്റിയാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അമേരിക്ക ഈസ് കൺട്രോൾഡ് ബൈ കമ്മോഡിറ്റി. ദർ ഇസ് ഫിക്സ്ഡ് റേറ്റ് ഫോർ തിങ് ബിക്കോസ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ചേഞ്ചസ്. കാരണം അവർക്ക് മാറ്റങ്ങളിൽ താല്പര്യമില്ല. കാരണം അവരെന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ഓൺലി ഫോക്കസ് ടു ഇൻക്രീസ് ദർ മണി വാല്യൂ ത്രൂ ദിസ് ഫിക്സ്ഡ് റേറ്റ്. ഈ ഒരു ഫിക്സ്ഡ് റേറ്റിലൂടെ അവരുടെ മണി വാല്യൂവിനെ ഇൻക്രീസ് ചെയ്തതിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ. ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ചേഞ്ചസ്. ദേ ഹാഡ് ലോ വിച്ച് ഈസ് കോൾഡ് ദി ഫസ്റ്റ് ലോ ഓഫ് ലൈഫ്. അവർക്കൊരു ലോ ഉണ്ട്, അതിൻ്റെ പറഞ്ഞ പേരാണ് ഫസ്റ്റ് ലോ ഓഫ് ലൈഫ്. എന്ന് വെച്ചാൽ എന്താ? ദാറ്റ് മീൻസ് ഹു ഹാവ് മോർ തിങ്സ് ദേ ആർ ദ റിച്ചസ്റ്റ് പേഴ്സൺ. ആർക്കാണ് ഒരുപാട് സാധനങ്ങളുള്ളത് അവരാണ് റിച്ചസ്റ്റ് പേഴ്സൺ. അങ്ങനെ പറയാനുള്ള കാരണം വെച്ചാൽ അവരുടെ ജീവിതം തന്നെ എന്തിനെ ബേസ്ഡ് ആണ്? കമ്മോഡിറ്റീസിന് ബേസ്ഡ് ആണ്. ദർ ലൈഫ് ഈസ് ബേസ്ഡ് ഓൺ കമ്മോഡിറ്റീസ്. ദർ ഐഡിയ ഈസ് ദ ബൈ എനിത്തിങ് ഇഫ് ദേ ഹാഡ് മണി. അതായത് അവരുടെ ഐഡിയ തന്നെ, അവർക്ക് പൈസ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും മേടിക്കുക. അവർക്ക് പണമാണ് എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫോർ ദം ദേ ക്യാൻ ബൈ എനിത്തിങ് ഇഫ് ദേ ഹാഡ് മണി ആൻഡ് മണി ഡിറ്റർമൈൻസ് എവറിത്തിങ്. ഫോർ എക്സാമ്പിൾ, ബിൽ ഗേറ്റ്സ്, ഹിസ് ഫെയിം ഈസ് നോട്ട് ഓൺലി ബൈ ഹിസ് ഇൻ്റലക്റ്റ്. ബിൽ ഗേറ്റ്സിൻ്റെ ആ ഒരു ഫെയിം എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ കൊണ്ട് മാത്രമുള്ളതല്ല. ഇറ്റ് ഈസ് ഓൾസോ ബൈ ഹിസ് മണി. അദ്ദേഹത്തിൻ്റെ മണിയും കൊണ്ട് കൂടിയാണ് ബിൽ ഗേറ്റ്സിന് ആ ഒരു ഫെയിം കിട്ടിയത്. ഇൻ USA എവറിത്തിങ് ഈസ് മണി ഓറിയൻറ്റഡ്. എല്ലാം മണി ഓറിയൻറ്റഡ് ആണ്. ദാറ്റ്സ് USA ചേഞ്ച് ഇൻ ടു കൺസ്യൂമർ മാർക്കറ്റ്. അതുകൊണ്ടാണ് USA ഒരു കൺസ്യൂമർ മാർക്കറ്റായിട്ട് മാറിയത്. മണി വാല്യൂ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊഫ്യൂഷന് 2 ഫീച്ചേഴ്സ് ഉള്ളതുപോലെ ഇവിടെ അബ്സ്ട്രാക്ഷന് 3 ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഡൈമെൻഷൻസ് ഉണ്ട്. ദർ ഈസ് 3 ആസ്പെക്ട്സ് ഓർ ഡൈമെൻഷൻസ് ഓഫ് അബ്സ്ട്രാക്ഷൻ. ഫസ്റ്റ് വൺ, നോ ഒബ്ജക്ട്സ് ഓർ തിങ്സ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് സൊസൈറ്റി ഈസ് ഫുള്ളി എൻജോയ്ഡ് ഫോർ ഇറ്റ് ഷിയർ മാർക്കറ്റാലിറ്റി. രണ്ടാമത്തെ
ആസ്പെക്ട്സ് ആണ് കൺവേർട്ടബിലിറ്റി. എവ്രിതിങ് ഓഫ് USA ഈസ് നോട്ട് പ്രൈസ്ലെസ്. USA എല്ലാ സാധനങ്ങളും എന്തല്ല, പ്രൈസ്ലെസ് അല്ല. അവർ എല്ലാത്തിനും അതിൻ്റെ ഒരു പ്രൈസുണ്ട്. ദി വാല്യൂ ദിസ് തിങ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് പ്രൈസ്. ആ ഒരു സാധനത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് അതിൻ്റെ പ്രൈസാണ്. അബ്സ്ട്രാക്ഷൻ ലീഡ്സ് ദി സൊസൈറ്റി ടു കൺവേർട്ടബിലിറ്റി. അപ്പോൾ ഇങ്ങനത്തെ ഒരു അബ്സ്ട്രാക്ഷൻ ഈ സൊസൈറ്റിനെ എന്തിലേക്ക് നയിക്കുകയാണ്, കൺവേർട്ടബിലിറ്റിയിലേക്ക് നയിക്കുകയാണ്. സോ ദി കൺട്രി ഈസ് എ കമ്മോഡിസൈസ്ഡ് കൺട്രി. കമ്മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഓർ ഈവൻ ദി കൺട്രി ചേഞ്ചഡ് ഇൻ ടു കമ്മോഡിറ്റി. ഈവൻ കൺട്രി തന്നെ എന്തായി മാറി, ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറുകയാണ്. അവരറിയാണ്ട് അൺനോയിങ്ലി ദി കൺട്രി ചേഞ്ചഡ് ഇൻ ടു കമ്മോഡിറ്റി. ഇനി മൂന്നാമത്തെ ആസ്പെക്റ്റ് ആണ് സിംഗുലാരിറ്റി ആൻഡ് കമ്മോഡിറ്റി. ദെയർ ഈസ് ഡീപ്പ് ടെൻഷൻ ബിറ്റ്വീൻ സിംഗുലാരിറ്റി ആൻഡ് കമ്മോഡിറ്റി. വി ക്യാൻഡ് അണ്ടർസ്റ്റാൻഡ് വിച്ച് ഈസ് യൂണിക്. നമുക്ക് എന്താണ് യൂണിക് എന്ന് മനസ്സിലാൻ പറ്റില്ല. കാരണം അവിടെ എല്ലാ സാധനങ്ങൾക്കും അതിനൊരു വിലയുണ്ട്. ആ വില അനുസരിച്ച് അതിന് മൂല്യം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് യൂണിക് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഗിഫ്റ്റ്. ഇറ്റ് ഈസ് എനിവൻ വിച്ച് ഷോസ് അവർ പേഴ്സണൽ ആൻഡ് ഇമോഷൻസ്, ബട്ട് ഈവൻ ദി ഗിഫ്റ്റ് ഓൾസോ ചേഞ്ചിങ് ആസ് കമ്മോഡിറ്റി. ഗിഫ്റ്റ് എന്താണോ, അത് തരുന്ന ആൾ അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഇമോഷനെ കാണിക്കുന്ന ഒരു സംഭവമാണ് ഗിഫ്റ്റ് അല്ലേ. ആ ഗിഫ്റ്റ് പോലെ എന്തായിട്ട് മാറുകയാണ്, ഒരു കമ്മോഡിറ്റി ആയിട്ട് പിന്നീട് മാറുകയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു സിംഗുലാരിറ്റി ആൻഡ് കമ്മോഡിറ്റിക്കിടയിൽ എന്തുണ്ട്, ഒരു ഡീപ്പ് ടെൻഷൻ ഉണ്ട് അല്ലേ. നമുക്കത് ഒരിക്കലും അതിൻ്റെ യൂണിക്നെസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഈവൻ ഒരു മനുഷ്യൻ അവരുടെ ഈ പേഴ്സണൽ ഇമോഷനെ പോലും കാണിക്കാൻ വേണ്ടി തരുന്ന ഗിഫ്റ്റ് പോലും പിന്നീട് എന്തായിട്ട് മാറുന്നു, കമ്മോഡിറ്റി ആയിട്ട് മാറുന്നു. സോ വി ഫെൽറ്റ് ദാറ്റ് വി ആർ ലോസിങ് സം ഓഫ് ദി വാല്യൂസ്. അപ്പോൾ നമുക്ക് എന്ത് തോന്നും, നമുക്ക് എന്തൊക്കെ ഒരു മൂല്യം നഷ്ടപ്പെടുന്നൊരു ഫീൽ നമുക്ക് തോന്നും ഗിഫ്റ്റ് പോലും കമ്മോഡിറ്റി ആയിട്ട് മാറുമ്പോൾ. ദർ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ കമ്മോഡിറ്റി, കോൺടെസ്റ്റ് ഓർ പേഴ്സൺ. അതായത് കമ്മോഡിറ്റിക്കോ കോൺടെസ്റ്റിനോ പേഴ്സണോ ഒന്നും തന്നെ ഒരു പ്രാധാന്യമില്ല. ആര് കൊടുത്തു, ആര് സ്വീകരിച്ചു, ദി ഓൺലി തിങ് പ്രൈസ്. അതായത് ആ ഒരു കൊടുക്കേ വാങ്ങുന്ന സാധനത്തിൻ്റെ പ്രൈസിനാണ് അവിടെ ഇമ്പോർട്ടൻസ് അല്ലേ. ആര് കൊടുത്തു, ആര് വാങ്ങിച്ചു, കമ്മോഡിറ്റി, കോൺടെസ്റ്റ്, പേഴ്സൺ, അതൊന്നും ഇവിടെ സിഗ്നിഫിക്കൻ്റ് അല്ല. സോ ഗിഫ്റ്റ് ഈസ് ഹൈലി പേഴ്സണൽ ആൻഡ് ഇമോഷണൽ മാജിക് വാല്യൂസ് ആൻഡ് വി കണക്ട്സ് എ പേഴ്സൺസ് മെമ്മറീസ് വിത്ത് ഇറ്റ്, ബട്ട് ദർ ഈസ് ഓൾസോ മണി ഹാസ് ദി പ്രയോറിറ്റി അല്ലേ. ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഹൈലി പേഴ്സണലാണ്, ഇമോഷണലാണ്, മാജിക്കൽ വാല്യൂസ് ഉണ്ട്. നമ്മൾ ഒരു മനുഷ്യൻ്റെ ഓർമ്മ പോലും ഒരു പക്ഷേ നമ്മൾ ഒരു ഗിഫ്റ്റ് തരുമ്പോഴായിരിക്കും നമ്മളിപ്പോൾ ഒരു വ്യക്തി തന്ന ഒരു ഗിഫ്റ്റ് കാണുമ്പോഴായിരിക്കും നമ്മളിപ്പോൾ ആ വ്യക്തിയെ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഓർക്കുന്നത് അല്ലേ. എന്നിരുന്നാൽ പോലും അതിൽ പോലും എന്താ പറയുക, ആ ഗിഫ്റ്റ് പോലും എന്നാലും ആ ഗിഫ്റ്റിനേക്കാളും പ്രയോറിറ്റി വരുന്നത് എന്തായിരിക്കും, മണിയായിരിക്കും. അപ്പോൾ USA ഗിഫ്റ്റ്സ് ഓൾസോ അനലൈസ്ഡ് ബേസ്ഡ് ഇൻ ദ കൊമേഴ്ഷ്യൽ വാല്യൂ. ഓക്കെ, അതായത് ഇങ്ങനെ ഇമോഷണൽ സംഭവമൊക്കെ ഇന്ത്യയിലേ ഉള്ളൂ. USA വരുമ്പോഴത്തേക്ക് ഗിഫ്റ്റ് പോലെ അനലൈസ് ചെയ്യുന്ന എന്തിൻ്റെ ബേസിലാണ്, മണി ബേസ്, കൊമേഴ്ഷ്യൽ വാല്യൂ. ബിക്കോസ് ഓഫ് ലോഡ്സ് ഓഫ് ഓപ്ഷൻസ്. അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. വി ക്യാൻ ഫൈൻഡ് ഔട്ട് വിച്ച് ഈസ് യൂണിക്. ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് യൂണിക് ആയിട്ടുള്ളതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, പിക്കാസോ. When we analyze his different paintings, we have a doubt that if we buying it because it's a commodity and business meet അല്ലേ. പിക്കാസോ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സ് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വേറെ പെയിൻറ്റിങ്സ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡൗട്ട് തോന്നും, നമ്മളിത് മേടിക്കുന്നത് ബിക്കോസ് ഇറ്റ്സ് എ കമ്മോഡിറ്റി അല്ലേ, അല്ലെങ്കിൽ ഒരു ബിസിനസ് മീറ്റർ ഓർ ബിക്കോസ് ഓഫ് ഹിസ് യൂണിക്നെസ്, അതുകൊണ്ടാണ് നമ്മളത് മേടിക്കുന്നത് അല്ലേ. ഇൻ ബോത്ത് ഓഫ് ദിസ് വിച്ച് വാല്യൂ മേക്സ് us ടു ബൈ ദി പെയിൻറ്റിങ്. ഒന്നെങ്കിൽ അതൊരു കമ്മോഡിറ്റി ആയിട്ട്, അല്ലെങ്കിൽ അതിന് ഒരുപാട് മൂല്യമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ യൂണിക്നെസ് നോക്കിക്കൊണ്ട് അല്ല. ഇതിലേതെങ്കിലും ഒരു റീസണോടായിരിക്കും നമ്മൾ ആ പെയിൻറ്റിങ് മേടിക്കുന്നത്. ഇൻ ബോത്ത് ഓഫ് ദിസ് വിച്ച് വാല്യൂ മേക്സ് us ടു ബൈ ദി. രണ്ടിലാണെങ്കിലും വാല്യൂ, മൂല്യമാണ് നമ്മളത് മേടിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അത് എന്തിൻ്റെ മൂല്യമാണ് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്, യൂണിക്നെസ്സിൻ്റെ ആണോ അതോ മണിയുടെ ആണോ എന്നുള്ളത്. ഇൻ ബോത്ത് ഓഫ് ദിസ് വിച്ച് വാല്യൂ മേക്സ് us ടു ബൈ ദി പെയിൻറ്റിങ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. ദിസ് ഇസ് ദ ഡീപ്പ് ടെൻഷൻ ബിറ്റ്വീൻ. ഇങ്ങനെ, അതായത് എന്ത് വാല്യൂ ആണ് ഒരു സാധനം മേടിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അതാണ് ദി ഡീപ്പ് ടെൻഷൻ ബിറ്റ്വീൻ സിംഗുലാരിറ്റി ആൻഡ് കമ്മോഡിറ്റി. ഓക്കെ, മണിയാണോ അതോ അതിൻ്റെ മൂല്യമാണോ, അതിൻ്റെ യൂണിക്നെസ് ആണ്. ദാറ്റ് ഈസ് ദ ഡീപ്പ് ടെൻഷൻ ബിറ്റ്വീൻ സിംഗുലാരിറ്റി ആൻഡ് commodity, and it leads to a big question. In the question that in the world where commodity rule, എവിടെയാണ് commodity rule ചെയ്യുന്നത്, how can we build a human relation? commodity rule ചെയ്തതിന് നമുക്ക് എങ്ങനെ ഒരു ഹ്യൂമൻ റിലേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും? ഇനി നമ്മളൊരു ഹ്യൂമൻ റിലേഷൻ ബിൽഡ് ചെയ്താൽ തന്നെ ദർ ഈസ് എ ചാൻസ് ഓഫ് ചേഞ്ചിങ് ദിസ് റിലേഷൻ. എല്ലാം മാറ്റത്തിന് വിധേയമാകുമ്പോഴത്തേക്കും നമ്മളൊരു ബന്ധം സ്ഥാപിച്ചപ്പോൾ ആ ബന്ധം പോലും മാറാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലേ. എന്തിലേക്ക് മാറാൻ, ചേഞ്ച് ഇൻ ടു കമ്മോഡിറ്റി ഓർ പ്രൈസ് ഓറിയൻറ്റഡ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. സോ അബ്സ്ട്രാക്ഷൻ ലീഡ്സ് us ടു ദിസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആബ്സ്ട്രാക്ഷൻ നമ്മളെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്കാണ് നയിക്കുന്നത്. അത് നമ്മളിനി ഒരു സ്നേഹബന്ധം, ഒരു മനുഷ്യബന്ധം നമ്മൾ സ്ഥാപിച്ചപ്പോൾ അതും പിന്നീട് ഒരു മണി ഓറിയൻറ്റഡ് ആവോ, പ്രൈസ് ഓറിയൻറ്റഡ് ആവോ, കമ്മോഡിറ്റി ആയിട്ട് ചേഞ്ച് ആവുമോ എന്നുള്ള ക്വസ്റ്റ്യനിലേക്ക്
അതിലേക്കാണ് ഈ അബ്സ്ട്രാക്ഷൻസ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. ഇനി മൂന്നാമത്തെ സെക്ഷൻ ഈസ് റിഡംഷൻ. വീണ്ടും എഗെയിൻ ഇൻ ദി ഇന്ത്യൻ കോണ്ടെസ്റ്റ്. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ ഈസ് ഫോർവേഡ് ഇൻ ദ കേസ് ഓഫ് തിങ്സ് അല്ലേ. തിങ്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഭയങ്കര ഫോർവേഡാണ്. ബിക്കോസ് ഇന്ത്യ ബിലീവ്സ്, ഇന്ത്യ എന്തിൽ വിശ്വസിക്കുന്നു? ഇന്ത്യ ഇൻ ദ ഐഡിയ ഓഫ് ദി തിങ് ഇറ്റ് സെൽഫ്, അവർ മെറ്റീരിയലിറ്റി, തിങ് ഇറ്റ് സെൽഫിലും മെറ്റീരിയലിറ്റിലും വിശ്വസിക്കുന്നവരാണ് ഇന്ത്യൻസ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ തിങ്സിൻ്റെ കാര്യത്തിൽ ഇൻ ദ കേസ് ഓഫ് തിങ്സ് ഇന്ത്യ ഈസ് വെരി ഫോർവേഡ്. വി ഡിഡിൻ അനലൈസ് എ തിങ് ബൈ ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ അല്ലേ. ഇന്ത്യൻസ് ഒരിക്കലും മാർക്കറ്റ് വാല്യൂലല്ല ഒരു തിങ്സിനെ അനലൈസ് ചെയ്യുന്നത്. അറ്റ് ദി സെയിം ടൈം, അതേ സമയത്ത് തന്നെ ഇന്ത്യ ഹാവ് ടു ഫേസ് ചലഞ്ച്. വി ഗീവ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ഇന്ത്യൻ ആർട്ട് ഫോംസ് അല്ലേ. എല്ലാത്തിനും ഒരു ചീത്തയും വശവും നല്ല വശവും ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ മാർക്കറ്റ് വാല്യൂവിലില്ല നമ്മളൊരു തിങ്സിന് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ പോലും ഇന്ത്യ ഹാവ് ടു ഫേസ് എ ചലഞ്ച്. അതായത് നമ്മൾ നമ്മുടെ ഇന്ത്യൻ ആർട്ട് ഫോംസിന് അത് അർഹിക്കുന്നതിലും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു. ദിസ് ഈസ് ഹൗ വി റെപ്രസെൻറ്റ് ഇന്ത്യ ഇൻ മാർക്കറ്റ് പ്ലേസ്. ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബട്ട് വി ക്യാൻ സെപ്പറേറ്റ് ആർട്ട് ഫോംസ് ഫ്രം അതർ തിങ്സ്. അതായത് പക്ഷേ എന്നാലും നമുക്ക് മറ്റ് സാധനങ്ങളിൽ നിന്ന് നമ്മുടെ ആർട്ട് ഫോംസിനെ സെപ്പറേറ്റ് ചെയ്ത് വേർതിരിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇന്ത്യ ഫേസസ് എ ചാലഞ്ച് ഓൾസോ. എന്താണ് ചാലഞ്ച്? ആർട്ടിസ്റ്റ് വാണ്ട് ടു ബ്രിങ് ഇന്ത്യ ഇൻ ടു ഗ്ലോബൽ മാർക്കറ്റ് അല്ലേ. ആർട്ടിസ്റ്റിന് ഇന്ത്യനെ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവരണം. പക്ഷെ അതേ സമയം തന്നെ അവർക്ക് എന്ത് വിടാൻ താല്പര്യമില്ല. ദേ ഡോണ്ട് വാണ്ട് ടു ലീവ് ദി മെറ്റീരിയാലിറ്റി. അവർക്ക് മെറ്റീരിയാലിറ്റി വിടാനും പറ്റില്ല. ഇന്ത്യനെ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് അവർ കൊണ്ടുവരികയും വേണം. ലീവ് ദ തിങ് ആസ് തിങ് ആൻഡ് സെലിബ്രേറ്റ് ദി മെറ്റീരിയാലിറ്റി. അപ്പോൾ എന്താണ് പറയുന്നത്? തിങ്സിനെ, സാധനങ്ങളായിട്ട് തന്നെ വിടുക, തിങ്സിനെ തിങ്സായിട്ട് തന്നെ വിട്ടിട്ട് സെലിബ്രേറ്റ് ദി മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അതുവരെ ദി തിങ്സ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്ന എസ്സേ എൻഡ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.